മുടി കൊഴിച്ചിൽ മിക്കവാറും ഉള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മുടി കൊഴിച്ചിലൊരു കാര്യം കൂടെ പറയാം. എല്ലാരും പ്രശ്നം പറയുന്നത് മുടി കൊഴിച്ച, മുടിയും അസിഡിറ്റി ഉള്ളവർക്ക് മുടി കൊഴിയും, മലബന്ധമുള്ളവർക്ക് മുടി കൊഴിയും. ഇത് രണ്ടും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് അതുകൊണ്ട് എല്ലാവരും മുടി കൊഴിയുന്നു. അപ്പൊ ആദ്യം വേണ്ടുന്നത് അസിഡിറ്റി മാറ്റുക. അസിഡിറ്റി മാറ്റി മലബന്ധവും മാറ്റി എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട മുടി കൊഴിച്ചിലൊക്കെ പോകും. പിന്നെ താരൻ നമ്മൾ നേരെ കാര്യവും പറഞ്ഞു. അല്ല, നിങ്ങൾ ഇതിനകത്തൂടെ കൊണ്ടുവന്ന് ഹേമമാലിനിയുടെ ധാത്രി കഴിച്ചെന്നും പരട്ടിയാലൊന്നും നമ്മുടെ തലമുടിക്കകത്തൊന്നും മുടിയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഈ സ്കിന്നിനകത്ത് 4ാമത്തെ ഡെർമിസിലാണ്. മുടിക്ക് ജീവനുണ്ടോ? മുടിക്ക് ജീവനുണ്ടോ? പിന്നെന്താ ഈ വടിച്ചിട്ട് പോകാത്തെ? എന്നിട്ട് വടിച്ചിട്ട് എന്താ നോവാത്തെ? മുടി വടിച്ചപ്പോ നോവുന്നില്ലല്ലോ. തലയോട്ടിയുടെ പുറത്ത് ജീവനില്ല, തലയോട്ടിക്ക് അകത്താണ് ജീവൻ. 4ാമത്തെ ഡെർമിസില് രോമകൂപത്തിന്റെ അടിയിൽ മാത്രമേ ഉള്ളൂ ജീവൻ. അപ്പൊ അവിടെയാണ് നമുക്ക് സാധനം കൊടുക്കേണ്ടുന്നത്, അല്ലാതെ മേലിലല്ല. കണ്ട, 4ാമത്തെ ഡെർമിസിൽ 3ാമത്തെ ഡെർമിസിലാണ് സ്നേഹഗ്രന്ഥി ഇരിക്കുന്നത്. വലിച്ച വേദന വരും, പക്ഷെ വടിച്ച വേദന വരികയില്ല. അതിന്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വടിച്ച വേദന വരികയില്ല, പക്ഷെ വലിച്ച വേദന വരും. അതിന്റെ അർത്ഥം എവിടെ? ജീവൻ ഉള്ളിടത്തേ വേദന ഉണ്ടാവുള്ളൂ. ജീവനുണ്ടെങ്കിൽ രക്തം എവിടെ ഉണ്ടോ അവിടെ വേദന വരുള്ളൂ. അപ്പൊ സാധനം എവിടെ കൊടുക്കേണ്ടത്? രക്തത്തിൽ കൊടുക്കണം. ഇതിൽ പറഞ്ഞില്ല, ഞാൻ ആദ്യം ഈ മുടി കൊഴിച്ചിൽ തീർന്നോട്ടെ. ആ മുടി കൊഴിച്ചിന് ആദ്യം ചെയ്യേണ്ടുന്നത് അസിഡിറ്റി മാറ്റാനുള്ള വഴി എഴുതിക്കൊള്ളു. കൊടകൻ അല്ലെങ്കിൽ മുത്തളം അല്ലെങ്കിൽ കൊടങ്ങൽ അല്ലെങ്കിൽ മണ്ടൂഭരണി, കരബ്രഹ്മി, ഇതൊക്കെ പറയുന്ന ഒരു സാധനം. കൊടങ്ങൽ അല്ലെങ്കിൽ മുത്തൾ അല്ലെങ്കിൽ കൊടകൻ, എല്ലാം ഓരോ നാട്ടിൽ ഓരോ പേരാണ്. അതിന് സമം കറിവേപ്പില, അതിന് സമം കശുമാവിന്റെ കിളുന്ന ചുമന്ന ഇല. ഇത് ഇത്രയും കൂടെ അരച്ച് രാവിലെ വൈകിട്ട് ഓരോ ഉരുള അങ്ങോട്ട് കഴിക്കാം. തുമ്പയിലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. തുമ്പയുടെ ഇല ഓരോ ഉരുള ഇച്ചിരി കൂടി. ഇത് ഒന്നും സംഭവിക്കുന്നു. ഇത് 3 സാധനം ഒരു ശല്യം ഉണ്ടാക്കുന്നത്. തുമ്പയുടെ ഇല തിളപ്പിച്ച് വെള്ളവും കുടിക്കുക. അസിഡിറ്റിക്ക് മരുന്നാണ്. ഗ്യാസ് കൂടുതലുണ്ടെങ്കിൽ അയമോദവും കൂടി ഇട്ട് ആ തുമ്പയ്ക്കകത്ത് അയമോദവും കൂടി ഇട്ടാൽ അയമോദകം. ഇനി എന്തായി? തീർന്നോ? അസിഡിറ്റിയുടെ കാര്യം കഴിഞ്ഞല്ലോ. ഇതിന് പാലും ഇതിന് പാല് കുടിക്കരുത് അസിഡിറ്റി ഉള്ളത്. ഒരു ചായയും പാലും കുടിച്ചാൽ അസിഡിറ്റി. മുടി കൊഴിച്ചിന്റെ ബേസ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യണമെന്നറിയോ? കാൽസ്യത്തിന് മരുന്ന്. കാൽസ്യത്തിന്റെ മരുന്ന് ഈസി. ഒരു കിലോ കാരെള്ള് മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വറുത്ത് പൊടിക്കണം. കാരെള്ള് എന്ന് പറഞ്ഞ എള്ളുണ്ട്, കറുത്തള്ള്. അത് തന്നെ, അതിന് എള്ളതിനകത്ത് കറുത്തള്ള്. 1 കിലോ കഴുകി വറുത്ത് പൊടിച്ച് 1 കിലോ ശർക്കരയും കൂടെ ചേർത്ത് എള്ളുണ്ണി ഉണ്ടാക്കി വീട്ടിൽ വെച്ചാൽ എള്ളുണ്ണി ഉണ്ടാക്കി വീട്ടിൽ വെക്കുക. ആവശ്യത്തിന് കഴിച്ചോട്ടെ. ഇഷ്ടം പോലെ കാൽസ്യമായി. ഇത് തൈറോയിഡിനും കൊടുക്കുക. തൈറോയിഡിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ, ഇതിന്റെ കൂടെ തൈറോയിഡും ഉള്ളവരാണെങ്കിൽ ജാതിപത്രി 1 എണ്ണം, കാട്ടുജീരകം 5 ഗ്രാം, 1 കടുക്കാത്തോട്. കാട്ടുജീരകത്തിന്റെ ഇരട്ടി ആയിരിക്കണം കടുക്കാത്തോട്, വെയിറ്റ് എടുക്കുവാണ്. ഒരു 21 ദിവസം ഇത് 3 കൂടെ അരച്ചങ്ങോട്ട് കഴിച്ചോളാം.
തൈറോയിഡിന്റെ പ്രശ്നം തീർന്നു. തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓരോ 11 ദിവസം കൂടുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്തേക്കുക. കുറഞ്ഞു കൊണ്ടുവരാം. വെറും നിസ്സാര സാധനം ഒന്നും വേണ്ട. കുറച്ച് കുറച്ചുകൂടെ പോവുക. എന്നിട്ട് ഈ സാധനമൊക്കെ ഒന്ന് മാറ്റണം. അതല്ല ശരി. ഇത് മാറ്റുന്ന ആരുണ്ടോ? ഞാൻ ഈ പറഞ്ഞ സാധനം പെട്ടെന്നാ വലിക്കുന്നത്. ഏതോ വെളിച്ചെണ്ണ അതോ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യും. ഒരു രണ്ട് തേങ്ങ തിരുമി പാലെടുക്കണ്ട, ഇഡ്ഡലി പാത്രത്തിന് നടുക്കോട്ട് വെച്ച നീ ആവി കൊള്ളിക്കണം. എന്നിട്ട് അവനെ പിഴിഞ്ഞെടുക്കണം. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അടിക്കാമെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. അപ്പൊ അതിന്റെ നെയ്യായിട്ട് ഇനി വരും. ആ നെയ്യ് ചട്ടിയിലോട്ട് വെച്ച് ഒന്ന് പറ്റിക്കാമെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട, ഊരിക്കൊളിച്ചെന്നെ. നിങ്ങൾ പാലിട്ട് കാച്ചപ്പോൾ വലിയ സമയം പോലെ ഇത് പെട്ടെന്ന് കഴിഞ്ഞു. പാൽ നമ്മുടെ തേങ്ങ തിരുമുക, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കൊള്ളിക്കുക, വേവിച്ചിട്ട് അവനെ പിഴിഞ്ഞെടുക്കുമ്പോ നെയ്യായിട്ട് ഇനി വരുമെന്നേ. ഈരേഴും തോർത്തിനകത്തോണ്ട് പിഴിയുന്നേ. മിക്സിയിലിട്ട് അടിച്ച് പിടിയാണെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. അപ്പൊ മറ്റേ പാലിട്ട് പറ്റിക്കണ്ട, അവന് ഫുള്ള് സാധനം ഇനി പോരുകയും ചെയ്യും. ചെടി ഒന്ന് വേഗം നെയ്യായി കഴിഞ്ഞില്ലേ, സാധനം നെയ്യായല്ലോ, ഉരുക്കിയെടുത്താൽ സിമ്പിൾ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ആളുടെ സൗകര്യത്തിന് പോണ്ട. മനസ്സിലായോ?